ഇപ്പൊ കെട്ടിവെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കെട്ടിവെക്കാട്ടെ. ഞാനിങ്ങനെ അമ്മം കെട്ട് കെട്ടാറുണ്ട്, മെടഞ്ഞ് കെട്ടിവെക്കാറുണ്ട്, അങ്ങനെ രണ്ട് രീതിയിലും ഞാൻ കെട്ടിവെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കെട്ടിവെക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ്റ് ഹെയർ കെയർ ആണ് കേട്ടോ. നമ്മൾ മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റുട്ടീനൊക്കെ ചെയ്ത സമയത്ത് കുറേ പേര് കമന്റിലൂടെ പറഞ്ഞതാണ് നൈറ്റ് ഹെയർ കെയർ എന്തായാലും ഒന്ന് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ നൈറ്റ് ഹെയർ കെയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകിയതാണ്. അപ്പൊ കഴുകി മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഹെയർ സെറം ഉപയോഗിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ മുടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞു വെക്കണം. നൈറ്റ് നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ചീകുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ, നമ്മളിപ്പോൾ മുടി കഴുകി ഉണങ്ങിയ മുടിയൊക്കെ ആകുമ്പോൾ എന്തായാലും കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിച്ചു വാരി ചീകാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം മുടിയുടെ താഴെന്ന് ചീകി കെട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ മുടി ചീകാനായിട്ട്. ഞാനിപ്പോൾ മുടി ഓൾറെഡി ചീകി വെച്ചതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ചീകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ മുടിയുടെ ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കുക. അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ മുടിയിൽ ഹെയർ സെറം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അലവേരയുടെ ഹെയർ സെറാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഹെയർ സെറത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 3 മാസത്തോളമൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സെറം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും, നമ്മൾ മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അറിയാത്തവർക്ക് വേണ്ടി ഈ ഹെയർ സെറം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഹെയർ സെറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. ഒരു 2 സ്പൂൺ അളവിൽ ഞാനിവിടെ അലോവേര ജെല്ല് എടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാത്ത കളർലെസ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ഒരു ചെറിയ സ്പൂൺ, ഒരു 1/4 സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്താൽ മതി. ഗ്ലിസറിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മുടിക്ക് ഒരു നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 സ്പൂൺ അലോവേര ജെല്ലല്ലേ എടുത്തത്, അപ്പോൾ അതിനനുസരിച്ച് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഓയിലാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 സ്പൂൺ അളവിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങളുടെ വൈറ്റമിൻ ഇ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു 4-5 ഡ്രോപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അലോവേര ജെല്ലൊക്കെ ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും, ഒരു വൈറ്റ് കളറിൽ വരും. നിങ്ങൾ വൈറ്റ് കളർ അലോവേര ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ഒരു ക്രീം രൂപത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. റോസ് വാട്ടർ നമ്മൾ ആ ഒരു നല്ലൊരു സ്മെല്ലിനും പിന്നെ നമ്മുടെ ഈ ഒരു ക്രീമി ടെക്സ്ചർ മാറി കുറച്ചൊന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഹെയർ സെറം ആകുമ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ നമുക്ക് വേണമല്ലോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മുടിക്ക് ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂൺ അളവിലാണ് പിന്നെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത്. 4 അല്ലെങ്കിൽ 5 സ്പൂൺ അളവിൽ നിങ്ങളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ 1 സ്പൂൺ അളവിൽ കൂടുതൽ നിങ്ങൾ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ 4 സ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ അരച്ചെടുക്കുക, മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേണ്ട നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലൂസ് ഫോമിൽ, ഒരുപാട് ലൂസ് ആണോ എന്ന് ചോദിച്ചാൽ ലൂസ് അല്ല, ഒരുപാട് തിക്കാണോ എന്ന് ചോദിച്ചാൽ തിക്കും അല്ല, ആ ഒരു രീതിയിൽ നമ്മുടെ ഹെയർ സെറം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലേക്ക് നിങ്ങളിത് മാറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിലുള്ള ഒരു ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ബോട്ടിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ഡ്രോപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പഴയ ഹെയർ സെറം ഒക്കെ വാങ്ങിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ മാറ്റുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഡ്രോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെയർ സെറം തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നനയുന്ന അളവിലൊന്നും നമ്മൾ തേച്ച് കൊടുക്കരുത്, കാരണം അത് നൈറ്റ് ഹെയർ കെയർ ആണ്. അപ്പോൾ ഒരുപാട് നനയുന്ന അളവിൽ തേച്ചിട്ട് നമുക്ക് കെട്ടി വെച്ച് കിടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കാൽപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ ഡ്രോപ്പൊക്കെ മതി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളിപ്പോൾ ഏത് ഹെയർ സെറം ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ തയ്യാറാക്കുന്ന ഹെയർ ഗ്രോത്ത് സെറം ആകുമ്പോൾ മാത്രമേ നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കാറുള്ളൂ. ചിലതൊന്നും നമ്മൾ വാങ്ങിക്കുന്ന ഹെയർ സെറം മുടിയിൽ മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ ഈ ഹെയർ സെറം അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഹെയർ സെറം എടുക്കുക കേട്ടോ. കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് നമ്മുടെ മുടിയിലേക്കും കൂടി തേച്ച് കൊടുക്കുക. മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നനയുന്ന അളവിൽ തേക്കരുത്, കുറഞ്ഞ അളവിൽ തേച്ച് കൊടുക്കുക. കാരണം നമ്മുടെ മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനും മുടി പൊട്ടി പോവാതിരിക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും നമ്മുടെ ഈ ഒരു ഹെയർ സെറം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടിയിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത്
കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഹെയർ സെറം കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ ഒരുവിധം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സെറം എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ കുറച്ചും കൂടി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നമ്മുടെ വിരലുകൊണ്ട് സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്താൽ മതി കേട്ടോ. നൈറ്റ് നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് വേണമെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതും ഏറ്റവും നല്ലതാണ് കേട്ടോ. ചിലരൊക്കെ കട്ടിലൊക്കെ കിടന്നിട്ട് മുടിയൊക്കെ താഴേക്ക് ഇട്ടിട്ടൊക്കെ മസാജ് ചെയ്യലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്താലും മതി. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ സെറത്തിന്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് വെച്ചാൽ മതി. നമുക്കൊരു 3 മാസത്തോളൊക്കെ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വൃത്തിയിൽ എടുത്തു വെക്കണം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ സെറം തയ്യാറാക്കിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സെറം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ തയ്യാറാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തയ്യാറാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാമല്ലോ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ സെറം ആണിത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ മുടി കെട്ടി വെക്കരുത് കേട്ടോ. നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഹെയർ സെറം ഒക്കെ തേച്ച് ചെറിയൊരു നനവ് നമ്മുടെ മുടിയിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നനവ് ഒന്ന് ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മൾ മുടി കെട്ടി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അഴിച്ചിടുക, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ. നമ്മുടെ ഹെയർ സെറം അങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളതോ ഓയിലി ആയിട്ടുള്ളതോ ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ അത് ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മുടി നന്നായിട്ട് ചീകി കൊടുക്കണം കേട്ടോ. ചീകി കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മസാജിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി എന്തായാലും കുറച്ചും കൂടി കെട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കെട്ടൊന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടി മുടി നന്നായിട്ടൊന്ന് ചീകുക, എന്നിട്ട് നമുക്കിത് കെട്ടി വെക്കാം. ഇപ്പോൾ കെട്ടി വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കെട്ടി വെക്കാം കേട്ടോ. ഞാനിങ്ങനെ അമ്മം കെട്ട് കെട്ടാറുണ്ട്, മെടഞ്ഞ് കെട്ടി വെക്കാറുണ്ട്, അങ്ങനെ 2 രീതിയിലും ഞാൻ കെട്ടി വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കെട്ടി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുടി പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കെട്ടുക. അല്ലാത്തപ്പോൾ അങ്ങനെ ഒരു അമ്മം കെട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ബണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് കെട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആവുക ആ ഒരു രീതിയിൽ നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. പിന്നെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഏത് രീതിയിലാണെങ്കിലും മുടി സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കരുത്, കുറച്ച് ലൂസ് ആയിട്ട് മാത്രം കെട്ടി വെക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മെടഞ്ഞ് കെട്ടുന്ന സമയത്ത് മുടിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു വളവ് ഉണ്ടാവും കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ അമ്മം കെട്ടി കെട്ടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഹെയർ കെയറിൽ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഡെയിലി നൈറ്റും ഉറങ്ങുന്നതിന് മുമ്പ് മുടിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടി അത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണോ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.